നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സാധനം കിട്ടിയില്ല. പങ്ക്ച്വാലിറ്റി അങ്ങനെയായിരുന്നു ഇന്നലെ വരെയുള്ള സാറിന്റെ ബിസിനസ്. കല്യാണം കഴിഞ്ഞുപോയ പെണ്ണ് ആദ്യമായിട്ട് സ്കൂട്ടറിലാണ് വീട്ടിൽ വരുന്നത്. കോടീശ്വരനായ ഭർത്താവ് ഒത്തു നീ കാറിലൊക്കെയല്ലേ വന്നിറങ്ങേണ്ടത്. ഇതിപ്പോ ഒരു പുതുപ്പെണ്ണിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇവള് പുതുപ്പെണ്ണൊന്നുമല്ല, വിക്രമിന്റെ സെയിൽസ് ഗേളാ. സെയിൽസ് ഗേളോ? സ്കൂട്ടിയില് ടൗണിലൊക്കെ കറങ്ങി നടക്കുന്നത് പിന്നെ ആരാ? ഒന്ന് പോ ചേച്ചി. അമ്മേ, ഏട്ടൻ എന്റെ പേരിൽ പുതിയ കമ്പനി തുടങ്ങാൻ പോവല്ലേ? ആണോ? ഭാവിയില് വർഷ അതിന്റെ മാനേജിംഗ് ഡയറക്ടറാ, അറിയോ? ബിസിനസ് രംഗത്തേക്ക് കടക്കാനുള്ള ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുക ഏട്ടൻ. ആണോ? പുതിയ ചില കമ്പനി പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുക, അതാണ് ഇപ്പോഴത്തെ എന്റെ ജോലി. തീരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക, അതാ ഏട്ടന്റെ തിയറി. ഉയരത്തിലെത്താനുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ് വർഷ. അങ്ങനെയുള്ള എന്നെയാ സെയിൽസ് ഗേൾ എന്ന് വിളിച്ച് ചേച്ചി ആക്ഷേപിക്കുന്നത്. ചേച്ചി ഒരു അമ്മാവൻ പോവല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും എന്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പക്ഷേ നീ വിക്രമനെ കൂട്ടി വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. വിക്രമിന് അങ്ങനെ എപ്പോഴും ചാടിക്കേറി വരാൻ പറ്റുമോ? വിക്രമിന്റെ സ്റ്റാറ്റസും തിരക്കും ഒക്കെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. എന്നാലും വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തിയത് നിന്റെ അച്ഛനല്ലേ? അപ്പോ മുറ വെച്ച് നോക്കിയാ നീ വിക്രമിന്റെ സഹോദരിയല്ലേ? അത് വിക്രമും മറക്കാൻ പാടില്ല. പരിഭവം വേണ്ട. എന്റെ നാത്തൂൻ ഹരിത വിക്രമിന്റെ സഹോദരിയാണെന്നുള്ള കാര്യം ഞാൻ ഏട്ടനെ ഓർമ്മപ്പെടുത്താം. വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്തിരിക്കും, ഡോണ്ട് വറി. ഞാൻ സിദ്ദിഖ് മുഹമ്മദ്. കുറെ നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സാധനം കിട്ടിയില്ല. പങ്ക്ച്വാലിറ്റി അങ്ങനെയായിരുന്നു ഇന്നലെ വരെയുള്ള സാറിന്റെ ബിസിനസ്. ചെറിയമ്മേ, അല്ല, മോളുടെ കാലിന് കവറിനൊക്കെ മാറ്റിയോ? അവളിപ്പോ ഡോക്ടർ കാർത്തിക മാധവിന്റെ ചികിത്സയില മോളെ. നല്ല ഭേദമുണ്ട്. ഇനി ഇങ്ങനെ മുടന്തി നടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറയുന്നു. വർഷാന്റിക്ക് സന്തോഷായി മോളെ. വർഷാന്റി, എനിക്ക് വർഷാന്റിയുടെ വീട്ടിൽ വരണം. എന്നിട്ട് വിക്രങ്ങളുടെ കമ്പനിയൊക്കെ കാണണം. ഒന്ന് മിണ്ടാതിരിക്ക. ഓരോ വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയ ചിന്ത. കമ്പനി ഒന്നും കാണാൻ പോണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞാ മതി. കണ്ടില്ലേ, ദിയമോൾക്ക് വേണ്ടി ജീവൻ പറിച്ചു കൊടുക്കുന്നതും വന്ദന, അവളെ വേദനിപ്പിക്കുന്നതും വന്ദന. മോളെ, വിക്രമിന്റെ കമ്പനി കാണണമെന്ന് മോക്കെന്താ ഇത്ര ആഗ്രഹം? എന്റെ അച്ഛന്റെ കമ്പനി പോലെ ആണോന്ന് അറിയാനാ. മോളിങ് വാ.
വന്നേ. അമ്മയുടെ മോളോട്ടി കരയാതെ. അമ്മ നിന്നെ കമ്പനിയിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. ചിരിക്കും മോളെ, ഒന്ന് ചിരിക്ക്. അമ്മയല്ലേ പറയുന്നേ? അല്ലെങ്കിൽ വന്ദന അമ്മയ്ക്ക് സങ്കടാവും. അയ്യോ, നേരെ ഒരുപാടായല്ലോ. 1-2 കസ്റ്റമേഴ്സിനും കൂടി പ്രോഡക്ട്സ് കൊടുക്കാനുണ്ട്. ഞാൻ ഇറങ്ങാണേ. അത് പറ്റില്ല. എത്ര തിരക്കുണ്ടായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഊണിപ്പൊ റെഡിയാവും. ഏതായാലും ഇതുവരെ വന്നല്ലേ മോളെ. അമ്മയുടെ കൈകൊണ്ട് ഒരു പിടി ചോറുണ്ടിട്ട് പോയാ മതി. അതെ, ഇന്നത്തെ ഊണ് വർഷയ്ക്കൊപ്പം ആവണമെന്ന് എന്റെ ആഗ്രഹം. വർഷേ, ഇതിനെ തട്ടിയേറിയത് ഇത് ഒരു ഗർഭിണിയുടെ ആഗ്രഹമാ. അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ. വൈകിയാലേ വിക്രം നിന്നെ വഴക്ക് പറയുമെന്നുള്ള ഭയമാണെങ്കിൽ അത് വിട്ടേക്ക്. എന്നെ സ്വന്തം മുത്തശ്ശിയായിട്ട് അവൻ ഏറ്റെടുത്തിരിക്കുക. നിന്നെ വഴക്കെങ്ങാനും പറഞ്ഞ അവനുണ്ടല്ലോ, ഞാൻ നല്ല പേട വെച്ചു കൊടുക്കും. എടോ സിദ്ദിഖേ, ഈ വിക്രം കല്യാണം കഴിച്ചതേ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, എന്റെ ബിസിനസ്സിൽ തുരങ്കം വെച്ച കോടികളുടെ ബിസിനസ് നഷ്ടമാക്കിയവളുടെ ജീവിതം നശിപ്പിക്കാൻ കൂടിയാ. അന്ന് പോലീസുകാരോട് ഒരു ഫോൺ കോളിൽ വർഷ വിളിച്ച് പറഞ്ഞപ്പോ അവൾക്ക് കിട്ടിയത് അംഗീകാരവും എനിക്ക് നഷ്ടമായത് കോടികളുടെ കച്ചവടമാ. ഒപ്പം പുതിയതായി ഡീൽ ഉറപ്പിച്ച ഇബ്രാഹിം സേട്ടുമായിട്ടുള്ള പങ്ക് കച്ചവടവും. ആ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അണ്ടർവേൾഡ് ഡോൺ വിക്രം അറിയപ്പെടുന്ന അല്ല, അറിയപ്പെടാത്ത ഒരു കോടീശ്വരനായനെ. അത് മറക്കാൻ എനിക്ക് പറ്റുവോടോ? ഇല്ല, വിക്രം അങ്ങനെ തകരില്ല. അറിഞ്ഞോ അറിയാതെ വിക്രമിന്റെ ലൈഫിൽ തൊട്ട് കളിച്ച കളി ഞാൻ പഠിപ്പിക്കും. അതിന് ഏത് കൊമ്പനായാലും. ഇപ്പൊ ഡീൽ ഉറപ്പിക്കുന്നതും സാധനം കൈമാറുന്നതും ഒക്കെ എന്നെ ചതിച്ച എന്റെ ഭാര്യ വർഷയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.